ബിജു, എന്തോ വിജയ ചേച്ചി പറഞ്ഞോളൂ, സംശയമുണ്ടോ? എനിക്കൊരു ചെറിയൊരു സംശയമുണ്ട് സാറിനോട്. ചോദിച്ചോളൂ. സാർ, ഈ സത്യയുഗത്തിലെ 33 കോടി ദേവകൾ ജീവിച്ചിരുന്നാണോ? അന്ന് അവര് മനുഷ്യരായിരുന്നിട്ട് പിന്നെ ഇപ്പൊ അത് ദേവകളായതാണോ? എങ്ങനെ അത് ഒന്ന് പറഞ്ഞു തരാമോ? ഈ 33 എന്ന് പറഞ്ഞാൽ 33 കോടി എന്നല്ല അർത്ഥം. ഞാൻ പറഞ്ഞു 1/3 കോടി എന്ന് പറഞ്ഞ പെർസെന്റേജ് ആണ്. നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളാണ്. നമ്മളിപ്പോ എത്ര ദേവിമാരുണ്ടെന്ന് ചോദിച്ചാൽ എന്താ പറയാ? ദേവീ സങ്കല്പത്തിൽ ദശമഹാവിദ്യ എന്നുകൊണ്ട് ഡോക്ടർ TPS അടിച്ചാൽ നിങ്ങൾ എന്റെ ബുക്ക് കാണും. PDF അവൈലബിൾ ആണ്, പണ്ട് എഴുതിയതാണ്. ഇപ്പം രശ്മിയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് താരാസങ്കല്പങ്ങളൊക്കെയാണ്. അപ്പോൾ ദേവീ സങ്കല്പങ്ങളെ കുറിച്ചുള്ള ക്ലാസ്സുകൾ കുറെ കാണാം. അപ്പം നമ്മൾ പറയുന്നത് ഓരോ അക്ഷരത്തിൻ്റെയും തുടങ്ങുന്ന ദേവികളുണ്ട്. നമുക്ക് 51 അക്ഷരമാണോ 53 ആണോ 56 എന്ന് കൃത്യമായിട്ട് അറിയില്ല. 51 അക്ഷരാളി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക. അപ്പൊ 51 അക്ഷരങ്ങൾക്കും 51 ദേവിമാരുണ്ട്, സങ്കല്പമുണ്ട്. നമ്മുടെ ഓരോ ചിന്തകൾക്കും ഓരോ ദേവീ സങ്കല്പങ്ങളുണ്ട്. അവരുടെ പ്രായമനുസരിച്ച് എൻ്റെ സങ്കല്പങ്ങൾ മാറാം. അപ്പൊ എത്ര ദേവീ ദേവന്മാരുണ്ടെന്ന് ചോദിച്ചാൽ, ഒരു ഗവൺമെന്റിൽ എത്ര മിനിസ്റ്റർമാരുണ്ടെന്ന് ചോദിച്ചാൽ എന്താ പറയാ? നമ്മുടെ ദേവസങ്കല്പം എന്ന് പറയുന്നത് ഭാരതത്തിലെ സർക്കാർ പോലെയാണെന്ന് ഞാൻ പറയാം. നമുക്കൊരു പ്രസിഡന്റ് ഉണ്ട്. പ്രസിഡന്റ് ആണോ ഭഗവാൻ എന്ന് ചോദിച്ചാൽ അല്ലല്ലോ. പ്രൈം മിനിസ്റ്റർ ആണെന്ന് ചോദിച്ചാൽ അല്ലല്ലോ. ഹോം മിനിസ്റ്റർ ആണെന്ന് ചോദിച്ചാൽ ആണ്. ഇവരൊക്കെയാണോ? ഇവരൊക്കെയാണ്. അവരൊക്കെയാണോ? അവരല്ല. ഇനി അത് കഴിഞ്ഞ് സ്റ്റേറ്റിൽ വന്നാലോ? സ്റ്റേറ്റിലും കുറെ മന്ത്രിമാരുണ്ട്. എത്ര മന്ത്രിമാരാക്കണം എന്ന് ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? അവർക്ക് തോന്നുന്നത് ഇത്രയും ആക്കാം. 130 മന്ത്രിമാരുള്ള സ്റ്റേറ്റും ഉണ്ട്. അപ്പൊ ഭാരതത്തിലെ എല്ലാ സ്റ്റേറ്റുകളും എല്ലാ യൂണിയൻ മിനിസ്റ്റേഴ്സും സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സും ഒക്കെ കൂട്ടി എത്ര പേരുണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാറിക്കൊണ്ടേയിരിക്കും. അതുപോലെ ദേവതാ സങ്കല്പങ്ങൾ അങ്ങനെയാണ് ഓരോ സ്ഥലത്തും. ഇപ്പൊ ദുർഗയെ മാത്രം എടുത്താല്, റൂഫില്ലാണ്ട് വീടുണ്ടാക്കി ഒരു അമ്പലം ഉണ്ടാക്കിയ നനദുർഗയായി, കാട്ടിലുണ്ടാക്കിയ വനദുർഗയായി. ഈ ദുർഗയൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പൊ നമ്മൾ ഉമയെ കാണാം, ഉമാമഹേശ്വരി. ഇപ്പൊ നിങ്ങൾ ഇന്നലെ എങ്ങാണ്ട് ആരോ ഒരാൾ ജാതകം നോക്കാൻ വേണ്ടിയിട്ട് അയച്ച സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിന്റെ സ്ഥലത്തിന്റെ പേര് ധർമ്മവാരം. ധർമ്മവാരം എത്ര ധർമ്മവാരം ഉണ്ടെന്നാ വിചാരം? കർണാടകയിലാണോ തമിഴ്നാട്ടിലാണോ കേരളത്തിലാണോ? കേരളത്തിലില്ല. കേരളത്തിന് പുറത്തുള്ളത് കുറേ സ്ഥലത്ത് ഇതേ പേരുണ്ട്. മഹാരാഷ്ട്രയിലുണ്ട്. അമരാവതി മഹാരാഷ്ട്രയിലുണ്ട്. പിന്നെ ഇവിടെയുണ്ട്. നമ്മൾ സീതയുടെ രാജ്യം എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. മുരുകൻ എവിടെയാന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ പറ്റും? ഇല്ല. ഓരോ സ്ഥലത്തും ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോ സ്ഥലത്തും ഇതിന്റെ കഥകൾ ഉണ്ടാക്കിയിട്ട് 10,000-കണക്കിന് ആൾക്കാർ വന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സഹസ്രനാമം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 1000 കൃത്യമായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പം വിജയ കൊച്ചുമകളെ അല്ലെങ്കിൽ ഒരു നല്ല സ്നേഹമുള്ള കുട്ടിയെ മോനെ, തങ്കം, പൊന്നെ, ചക്കര എന്നൊക്കെ വിളിക്കുമല്ലോ. അങ്ങനെ ഭഗവതിയോട് എനിക്ക് സ്നേഹം തോന്നുമ്പോൾ വിളിക്കേണ്ട പേരുകളാണ് 1000. അല്ലാതെ ഇത് ബൈഹാർട്ട് പഠിച്ചിട്ട് മോനെ, ചക്കര, തങ്കം, പൊന്നെ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അത് വേറെ ആർട്ടിഫിഷ്യൽ ആവില്ലേ? ഇല്ലേ? അപ്പൊ ഒരു കവിക്ക് ഭക്തി കൂടിയ സമയത്ത് തോന്നിയ പേരുകൾ എഴുതിയതാണ്. അപ്പൊ എനിക്ക് എത്ര പേരുകൾ വിളിക്കാം? എത്ര പേര് വേണമെങ്കിലും വിളിക്കാം. അപ്പൊ ഓരോരോ ഭഗവാനും നമ്മൾ അങ്ങനെ 1000 പേരുകൾ വിഷ്ണുവിന് വിളിച്ചു, 1000 പേരുകൾ ദേവിക്ക് വിളിച്ചു. ഇതൊക്കെ കൂട്ടി നോക്കി എത്രയാവും? കോടാനുകോടികളാവും. എന്തിനാ 33 കോടിയാവുന്നു? കോടാനുകോടികൾ. ഇനി ഇതിന്റെയൊക്കെ ആരാണ് തുടക്കം എന്ന് പറഞ്ഞാൽ ആദിപരാശക്തിയാണ്. ഡോക്ടർ TPS ആദിപരാശക്തി ഒരു ബുക്ക് അവൈലബിൾ ആണ്. PDF ഉണ്ടാവും. എല്ലാ ബുക്കുകളും PDF ആയിട്ട് ഞാൻ ഓൺലൈൻ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ ആ ആദിപരാശക്തിയിൽ പറയുന്നത് ശിവൻ ശിവനാവാനും വിഷ്ണു വിഷ്ണു ആവാനും ബ്രഹ്മാവ് ബ്രഹ്മാവാനും എന്തൊക്കെ മന്ത്രങ്ങൾ ചൊല്ലി എത്ര കാലം തപസ് ചെയ്തു എന്നറിയോ? അപ്പൊ ആദിപരാശക്തി എന്ന് പറയുന്ന ഒരു റൂട്ട് അമ്മ, അതാണ് താരാദേവി എന്ന് പറയുന്നതിന്. താരാദേവിക്ക് വലിയൊരു ഗർഭം പാത്രമാണ്. അത് നേച്ചറാണ്, പ്രകൃതി തന്നെയാണ് താരാദേവിയുടെ കുട്ടി. അത് ഗർഭിണിയായിട്ടുള്ള താരാദേവിയെ കാണാം. അത് ഞാൻ ഇന്നലെ എങ്ങാണ്ട് ഞാൻ രശ്മിയായിട്ട് ഡിസ്കസ് ചെയ്തത്, ഞാൻ ഇന്നോ നാളെയോ ചിലപ്പോൾ ഞാൻ തന്നെ എഡിറ്റ് ചെയ്തിടുന്നത്. ക്രമത്തിൽ ഇങ്ങോട്ട് ഇട്ടിട്ടാണ് ഞാൻ യാത്ര. അപ്പോൾ എല്ലാ ദിവസവും 1-2 വീഡിയോ എങ്കിലും വരട്ടെ വെച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു രശ്മിയുടെ ഇന്നോ നാളെയോ എങ്ങാണ്ട് വരും. അല്ല, ഇന്നലെ വന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല. താരാദേവിയെക്കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അതിനകത്ത് താരാദേവി എന്ന് പറയുന്ന മാതൃശക്തി എന്ന് പറയുന്ന ദേവി എന്ന് പറയുന്ന ആദിപരാശക്തി എന്ന് പറയുന്ന അമ്മ ഗർഭം ധരിച്ചിരിക്കുന്ന പ്രകൃതിയെയാണ്. ആ അമ്മയിൽ എത്ര ഭഗവാന്മാരുണ്ട്? നമ്മളിൽ എത്ര ജീൻസ് ഉണ്ട്? നമ്മളിൽ എത്ര തന്മാത്രകളുണ്ട്? എത്ര ആറ്റമുണ്ട്? അത്രയും ഭഗവാന്മാരുണ്ടെന്ന്. ഏന ചക്ഷുഷാന പശ്യന്തി ഏന ചക്ഷുഷി പശ്യതി എന്നാണ്. എൻ്റെ ഓരോ സെല്ലിലുള്ള കോൺഷ്യസ്നെസ് ഓരോ കോൺഷ്യസ്നെസ് ആണ്. ആ ഓരോ കോൺഷ്യസ്നെസ്സും ഓരോ ബ്രഹ്മാവാണ്. അല്ലേ? ഹൃദയ ഗുഹര മധ്യേ കേവലം ബ്രഹ്മ മാത്രം. നമ്മുടെ ഉള്ളിലൊക്കെ ഹൃദയത്തിനുള്ള ബ്രഹ്മാവായിരിക്കണം. അപ്പൊ എത്ര ബ്രഹ്മാവുണ്ട്? നമ്മുടെ ഓരോരാളുടെ മനസ്സിൽ ഓരോ ബ്രഹ്മാവല്ലേ? അപ്പൊ എത്ര ജീവികളുണ്ടോ അത്രയും ബ്രഹ്മാവുണ്ട്.
126 കോടി ജന്മങ്ങളുണ്ട്, ജീവികളുണ്ട്, പറക്കാൻ പറ്റുന്നതും നടക്കാൻ പറ്റുന്നതും കാണാത്തതും കാണാൻ പറ്റാത്തതും. എന്നിട്ട് തൈഹി ക്ഷീണിച്ചിട്ടാണ് ബ്രഹ്മാവ് നമ്മളെ ഉണ്ടാക്കിയത്. അപ്പൊ അതിനു മുമ്പ് എത്ര ജന്മങ്ങളിൽ ബ്രഹ്മാവ് കുടികൊള്ളുന്നുണ്ട്? ഇതൊക്കെ ബ്രഹ്മാവാണ്, ഇതൊക്കെ ഭഗവാനാണ്. ഒരു ചോദ്യം കൂടെ സാർ. ഈ പിന്നെ നമ്മുടെ ഈ സാറ് പറഞ്ഞ പോലെ ത്രേതായുഗം 16 ലക്ഷവും പിന്നെ ദ്വാപരയുഗം 8.5 ലക്ഷവും ഒക്കെ ഇങ്ങനെ പകുതി കുറഞ്ഞു വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇതിഹാസവും പുരാണവും ഇന്ന് തന്നെ ഒരു ഹിന്ദിയിൽ ഒരാൾ മനുഷ്യനാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചത് ഇപ്പൊ ഇതിഹാസത്തിന്റെ അപ്പോൾ ആൾ പറഞ്ഞു നടന്ന സംഭവമായിരിക്കാം, നടക്കാത്ത സംഭവമായിരിക്കാം. അത് ശരിയാണോ? നടന്നതാണോ? ഇപ്പൊ ത്രേതായുഗത്തില് രാമൻ ജീവിച്ചിരുന്നു എന്ന് പറയുന്നത് ശരിക്കും നടന്നതായിട്ടാണ് നമ്മൾ കരുതുന്നത്. പക്ഷെ അത് ശരിയാണോ അതോ സങ്കല്പമാണോ? നമ്മള് ഭാരതീയ ദേവസങ്കല്പം, ദേവതാ സങ്കല്പം എന്നാ പറയാ. ദേവത എന്ന് പറയുന്ന സങ്കല്പമാണ്. അത് ഈ കാലങ്ങൾ കണിക്കാൻ വളരെ എളുപ്പമാണ്. 4,32,000 കലിയുഗം എന്ന് മാത്രം പഠിച്ചാൽ മതി. അതിന്റെ ഇരട്ടിയാണ് 2 ഭാഗമാകുമ്പോൾ ദ്വാപരയുഗം, 3 ആകുമ്പോൾ ത്രേതായുഗം, 4 ആകുമ്പോൾ സത്യയുഗം. അപ്പൊ 4 + 3 + 2 കഴിഞ്ഞാൽ 10 ആയി. ഒന്നും കൂടി കൂട്ടിയാൽ 10 ആയി. അങ്ങനെ 10 ടൈംസ് ആണ് 43,20,000 വർഷമാണ് ഒരു മഹായുഗം എന്ന് പറയുന്നത്. ബ്രഹ്മാവിന്റെ ഹാഫ് ഡേ. അങ്ങനെ ബ്രഹ്മാവിന്റെ മൾട്ടിപ്ലൈഡ് ബൈ 2 മൾട്ടിപ്ലൈഡ് ബൈ 365 മൾട്ടിപ്ലൈഡ് ബൈ 120 വയസ്സ് പുരുഷായുസ്. അത് നോക്കിയാൽ ഒരു മന്വന്തരം. അങ്ങനെ 7 മന്വന്തരെ, അത്രയും മന്വന്തരങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഈ ഓരോ കാലത്തും ബ്രഹ്മാവും ഭഗവാനും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ മന്വന്തരത്തിൽ നടക്കുന്ന, ഈ ത്രേതായുഗത്തിൽ നടക്കുന്ന കഥയാണ് ഇപ്പം നമ്മൾ പറയുന്നത്. അത് കഥയാണ്. നമ്മൾ ഒരു കഥ എന്ന് പറയുന്നത് ഇതിഹാസം എന്ന് പറഞ്ഞാൽ ഇവിടെ നടന്നു എന്നാണ്. ഇവിടെ നടന്നു എന്ന് പറയുമ്പോൾ ആ എഴുതിയ വാത്മീകിക്ക് ആ കഥയിൽ ഒരു പങ്കുണ്ട്. വ്യാസന് മഹാഭാരതത്തിൽ ഒരു പങ്കുണ്ട്. അയാൾ കഥാപാത്രമാണ്. നിങ്ങൾ എത്ര പേര് പീറ്റർ ബ്രൂക്സിന്റെ മഹാഭാരതം കണ്ടിട്ടുണ്ട്? കണ്ടില്ലെങ്കിൽ ഒന്ന് യൂട്യൂബിൽ പോയിട്ട് പീറ്റർ ബ്രൂക്സ് മഹാഭാരതം എന്ന് അടിക്കാം. അത് പണ്ടുണ്ടായിരുന്ന ഒരു നാടകമാണ്. അതിൽ 7 മണിക്കൂറിന്റെ നാടകമാണ്. അതിൽ അർജുനായിട്ട് അഭിനയിച്ചിട്ടുള്ള സ്പെയിൻകാരിയുടെ, ഇറ്റലിക്കാരിയുടെ, അവർ മാറിക്കൊണ്ടേയിരിക്കും സ്ഥലം, അവരുടെ ബോയ് ഫ്രണ്ട് ആയിരുന്നു അർജുനായിട്ട് അഭിനയിച്ചത്. അവരെന്റെ ഭഗവത്ഗീത ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ട്. അപ്പൊ അവർ പറയും അർജുനൻ എന്റെ ബോയ് ഫ്രണ്ട്. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താ ഈ പിന്നെ ഗീതയോടൊക്കെ എത്ര ഇഷ്ടം? പറഞ്ഞു കഴിഞ്ഞാൽ അർജുനന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന്. അപ്പൊ യുണൈറ്റഡ് നേഷൻ ഭഗവത്ഗീത ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ട്. അപ്പൊ ചോദിച്ചു എന്താ അർജുനൻ എന്ന് ചോദിച്ചു. അപ്പൊ ഈ പീറ്റർ ബ്രൂക്സിന്റെ അപ്പോൾ ഞാൻ പീറ്റർ ബ്രൂക്സിന്റെ മഹാഭാരതം 1985 അഹമ്മദാബാദില് ഓപ്പൺ എയർ തിയേറ്ററിൽ കണ്ടതാണ്. 7 മണിക്കൂർ സിനിമയാണ്. അതിപ്പോ അബ്രിഡ്ജ്ഡ് വെർഷൻ 3 മണിക്കൂറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു എബ്രോഡിലുള്ള അതിലൊരാൾ മാത്രമേ ഉള്ളൂ, സാരാഭായി മാത്രമേ ഇതിനകത്ത് ഒരു ഭാരതീയമായിട്ട് അഭിനയിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ആഫ്രിക്കക്കാരൊക്കെയാണ്. നമ്മുടെ അയ്യോ പരശുരാമനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയാണോ പരശുരാമൻ നമ്മൾ വിചാരിക്കും. കാരണം കോസ്റ്റ്യൂം അങ്ങനെയാണ് കൊടുത്തിരിക്കണത്. അപ്പൊ നമ്മുടെ ഈ ദേവതാ സങ്കല്പം, നമ്മളിപ്പോ കാണുന്ന എല്ലാ ദേവീ ദേവന്മാർക്കൊക്കെ സാരി ഉടുപ്പിച്ചത് ആരാ? അവർ സാരി ഉടുത്തിട്ടായിരുന്നോ? സരസ്വതിയൊക്കെ ഉണ്ടായിരുന്നോ ചോദിച്ചാൽ അത് രാജാ രവിവർമ്മയുടെ ഒരു ചിന്തകളിൽ വന്നിട്ടുള്ളതാണ്. അപ്പൊ സങ്കല്പമാണ്. പക്ഷെ ആ സങ്കല്പം കവിയിൽ വന്നപ്പോൾ കവിതയായും ചിത്രകാരനിൽ വന്നപ്പോൾ ചിത്രമായും ആ കവിതകൾ റെഫർ ചെയ്തിട്ട് ചിത്രമാക്കി മാറ്റിയതും. ഇപ്പൊ ഈ രാമായണ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പിന്നെ ചിത്രം കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ആക്കാൻ കാരണം എന്താണ്? ഒരു പ്രിന്റിംഗ് പ്രസ്സിലാണ് രവിവർമ്മ ഇത് പ്രിന്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. അത് ബോംബെയിലായിരുന്നു. ബറോഡ മഹാരാജാവിന്റെ അടുത്തുനിന്ന് പിന്നെ നടന്നിട്ടുള്ള കോമ്പറ്റീഷനിൽ ഫസ്റ്റ് കിട്ടിയപ്പോൾ ബ്രിട്ടീഷുകാർ കൊടുത്തിട്ടുള്ള ഏറ്റവും നല്ല പ്രിന്റിംഗ് പ്രസ് ബോംബെയിലാണ്. അവിടെ നിന്ന് പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. പൂനെയിലായിരുന്നു അദ്ദേഹത്തിന്റെ ആവാസം. അവിടെയുള്ള പല അദ്ദേഹത്തിന്റെ കാമുകിമാരുടെ മുഖമാണ് ചിലപ്പോൾ സീതയായിട്ടൊക്കെ കാണുന്നുണ്ടാവുക. അതാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ല. എല്ലാ ദേവീ ദേവന്മാരും ഒക്കെ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ. അപ്പൊ ഈ അവസ്ഥയിൽ നമ്മൾ സങ്കല്പത്തെ ചിത്രീകരിക്കുന്ന സമയത്ത് നമ്മുടെ ഭാവം മാറും. അതുകൊണ്ട് സങ്കല്പമാണ്. അതില് അപ്പയ്യ ദീക്ഷിതർ എന്ന് പറയുന്ന ഒരു കവി പറഞ്ഞിട്ടുണ്ട് തെലുങ്ക് നാട്ടിൽ. എന്താ അറിയോ? രൂപം രൂപവിവർജിതസ്യ ഭവതോധ്യായേന യത് കൽപ്പിതം. രൂപമില്ലാത്ത ഭഗവാനാണെന്നാണ് നമ്മൾ പറയാം. പിന്നെ എന്തിനാ രൂപം കൊടുത്തത്? അത് ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ മഹാപരാധമാണെന്നാണ്. രൂപം രൂപവിവർജിതസ്യ ഭവതോധ്യായേന യത് കൽപ്പിതം സ്തുത്യാ നിർവചനീയതാഖില ഗുരു. സ്തുതിക്കാൻ പറ്റാത്ത ഭഗവതിയുടെ ഓരോ ഭാവവും രൂപവും സ്പെയർ പാർട്ട് അടക്കമുണ്ട് സൗന്ദര്യ ലഹരിയിലൊക്കെ. ദേവിയുടെ ഓരോ സ്പെയർ പാർട്ടും കൃത്യമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. കംപ്ലീറ്റ് പറഞ്ഞാൽ ശരിക്കും അർത്ഥം പറഞ്ഞ് പഠിപ്പിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും നല്ല സെക്സ് ഉള്ള ബുക്കാണത്. അപ്പൊ ഇതൊക്കെ നമ്മൾ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്?
രൂപമില്ലാത്ത ഭഗവതിക്ക് എന്തിനാ നല്ല മുഖമുണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നത്? രൂപമില്ലല്ലോ. അപ്പൊ ഇത് സങ്കല്പത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അവസാനം അദ്ദേഹം പറയുന്നത് എല്ലായിടത്തും വ്യാപ്തിത്വം ചമയാകൃത, എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ഭഗവാനെ ചില സ്ഥലത്ത് മാത്രം കുറ്റി നാട്ടിയിട്ട് അവിടെ പോണം, എന്തിലേ അവിടെ കുളിച്ചാലേ പുണ്യം കിട്ടുള്ളൂ. ഇത് ആര് പറഞ്ഞു? ഇതൊക്കെ തെറ്റായിട്ടുള്ള സങ്കല്പമാണ്. ദോഷത്രയം മത്കൃതം, ഞാൻ ഉണ്ടാക്കിയ 3 ദോഷമാണ്. ഇതിൽ നമ്മൾ കാണേണ്ടത് കഥാപാത്രങ്ങൾക്കല്ല പ്രാധാന്യം. ഇതിഹാസ കാലങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം രചിക്കപ്പെട്ടിട്ടുള്ള, അദ്ദേഹം ഇൻവോൾവ് ചെയ്തിട്ടുള്ള കഥയാണ്. അത് എഴുതപ്പെട്ട കാലത്ത് കുറച്ച് ശ്ലോകങ്ങളായിരിക്കും, പിന്നെ എക്സ്പാൻഡ് ചെയ്ത് ഓരോരാളുടെ കവിയുടെ ഭാവനയിൽ മാറ്റിയതാണ്. ഇപ്പൊ രാമായണം തന്നെ എത്രയുണ്ട്? 100-100-100 ഭാഷ്യങ്ങളുണ്ടാവും. അതുപോലെ ഗീത ഇതേപോലെ ഇത്രയും ഉണ്ടായിരുന്നു, 700 ശ്ലോകം ഉണ്ടായിരുന്നു, പറയാൻ പറ്റില്ല. 700 ശ്ലോകം ചൊല്ലാൻ നമ്മളിപ്പോ സാധാരണഗതിയിൽ ചൊല്ലിയാൽ തന്നെ 2-3 മണിക്കൂർ വേണ്ടേ? അപ്പൊ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഇത് ചൊല്ലിക്കൊണ്ട് എല്ലാവരും അനങ്ങാണ്ടിരുന്നോ? അതൊക്കെ മണ്ടത്തരല്ലേ? അപ്പോൾ അതുണ്ടായിരുന്നില്ല. അതിനെ പിന്നെ എക്സ്പാൻഡ് ചെയ്ത് മാറ്റിയതാവാനാണ് സാധ്യത എന്ന് പറയാം. അപ്പൊ ഇതിന് കുറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്പർ 1. നമ്പർ 2, ഇതിലൊക്കെയുള്ള തോന്നലുകൾ എന്ന് പറയുന്നതിന് പുരാണത്തിൽ കഥകളാക്കി മാറ്റിയിട്ട് ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള കഥയാണ് രാമായണം. അത് പുരാണമായി. അപ്പൊ ശിവപുരാണം വന്നു, മാർക്കണ്ഡേയ പുരാണം വന്നു. അങ്ങനെ വേദം എന്ന് പറയുന്ന ഋഗ്വേദ, യജുർവേദ, സാമവേദം, അഥർവവേദം വേറെയാണ്. ഈ 3 വേദങ്ങൾ സാത്വികത മനുഷ്യരിൽ വളർത്താൻ വേണ്ടിയിട്ട് പുരാണ ഇതിഹാസങ്ങളിൽ കൃത്യമായി കഥ പോലെ പറഞ്ഞ് നമ്മളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള രൂപങ്ങളാണ് ആ സമയത്ത് ഉണ്ടായിരുന്നിട്ടുള്ള കഥകളിലുള്ള ഏറ്റവും വലിയ മഹാന്മാരായിട്ടുള്ള കഥകൾ. ഇപ്പൊ ത്രേതായുഗത്തിൽ രാമൻ മാത്രമൊന്നുമല്ല, സത്യയുഗത്തിൽ അതിനു മുമ്പുണ്ടായിരുന്ന ഭൂമി ദേവി ഉണ്ടായിരുന്നത് വരാഹം, മത്സ്യ, കൂർമ്മ, വരാഹം വരെ സത്യയുഗത്തിലാവും. കാരണം അത് നേച്ചറാണ്. നരസിംഹം വന്ന സമയത്ത് മുതൽ ത്രേതായുഗത്തിലാണ്. അത് കഴിഞ്ഞ് ദ്വാപരയുഗം കൃഷ്ണൻ വരുന്നത് വരെയുള്ള 3-4 അവതാരങ്ങളൊക്കെ ത്രേതായുഗത്തിലാണ്. രാമനെ പ്രാധാന്യം നമ്മൾ കൊടുത്തിട്ടുള്ളൂ എന്ന് മാത്രം. അപ്പൊ പിന്നെ വാമന പുരാണം പറയുമ്പോൾ എന്താവും? വാമനാണ് പ്രാധാന്യം ഉണ്ടാവുക. അപ്പൊ ഇതൊക്കെ ഓരോ കവികളുടെ തോന്നലുകളിൽ അവർ പ്രസിദ്ധി ആർജിച്ചാണ്. പണ്ട് കാലത്ത് ഭാഗവതം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെയൊക്കെ ചെറുപ്പത്തിൽ അമ്മയ്ക്ക് ഭാഗവതം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ പൂജാമുറിയിൽ ഉണ്ടായിരുന്നത് ദേവി ഭാഗവതം മാത്രമാണ്. പിന്നെ കൃഷ്ണന് കുറെ പോപ്പുലാരിറ്റി വന്ന് കൃഷ്ണനെ പോപ്പുലറൈസ് ചെയ്യാൻ, മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ദേവി ഭാഗവതം മാറ്റി വെച്ചിട്ട് നമ്മൾ ആരെ കൊണ്ടുപോയി? കൃഷ്ണ ഭാഗവതായി. നമ്മൾ പലപ്പോഴും കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി എന്ന് പറഞ്ഞാൽ അടുത്ത ചൊല്ലുമ്പോൾ ഞാൻ കേൾക്കും, എന്താ ചൊല്ലാൻ കേൾക്കാൻ വേണ്ടിട്ട് എന്താ പറയാ? കരമൂലേ ഗോവിന്ദ. അത് എന്റെ ഗുരു പറഞ്ഞു, എന്തിനാ ഈ ഗോവിന്ദനെ 2 പെണ്ണുങ്ങളുടെ മുമ്പിൽ നിർത്തണേ? കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സ്ഥിത ഗൗരി പ്രഭാതേ കരദർശ. ആ ഗൗരിയെ മാറ്റിയിട്ട് ഗോവിന്ദനെ ഇട്ടതാരാ? കൃഷ്ണന്റെ അഡ്വക്കേറ്റ്സ് ആണ്. ഞാൻ പണ്ടൊരു കവിത എഴുതിയിട്ടുണ്ട്. ഇരിങ്ങാലക്കുട തൃശ്ശൂർ ബസ്സിൽ കയറിയ സമയത്ത് കണ്ടക്ടർ ഒരാള്, ബസ് ഒരാള്, പെയിന്റ് മാറിയിട്ടില്ല. പക്ഷെ അവിടെ ഫ്രണ്ടിൽ ഇട്ടിരിക്കുന്നത് എന്തായിരുന്നു ഒരു ബോർഡ് എന്നറിയോ? ഈ ബസ്സിന്റെ ഐശ്വര്യം കൊടുങ്ങല്ലൂർ അമ്മ എന്നാണ്. കുറെ കാലം കഴിഞ്ഞപ്പോൾ ആ ബോർഡ് മാറ്റി കൊടുങ്ങല്ലൂർ അമ്മയെ മാറ്റി വേറൊരു അമ്മയുടെ പേരായിട്ടത്. അടുത്ത കാലത്ത് ഫേമസ് ആയിട്ടുള്ള അമ്മമാരെയാണ് എല്ലാവരും വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് ബാക്കി ഭഗവാന്മാരെയൊക്കെ പുറത്തി അവരെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അത് വന്നപ്പോൾ എൻ്റെ ചോദ്യം, ഈ കൊടുങ്ങല്ലൂർ അമ്മയെ ഏത് ബസ് സ്റ്റോപ്പിൽ നിങ്ങൾ ഇറക്കി വിട്ടു? മറ്റേ അമ്മയെ ഏത് ബസ് സ്റ്റോപ്പിൽ നിന്നാണ് നിങ്ങൾ ഈ ബസ് കയറ്റിയതെന്നാണ്. ഇതൊക്കെ ഓരോരാൾ ആരാ മഹാൻ ആരാ മഹതി നമുക്ക് ആർക്കാ അറിയാം. ഓരോരാൾക്കും അവരുടെ സങ്കല്പത്തിൽ ഭഗവാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അമ്മയാണ് എൻ്റെ ഭഗവതി. എൻ്റെ കുടുംബക്ഷേത്രമാണ് എൻ്റെ ഏറ്റവും നല്ല ക്ഷേത്രം. ഗുരുവായൂർ എത്ര പ്രാവശ്യം പോയിട്ട്? 2 പ്രാവശ്യം പോയിട്ടുള്ളൂ ഞാൻ, അല്ലെങ്കിൽ 3 പ്രാവശ്യം പോയിട്ടുള്ളൂ. അതിനേക്കാളും നല്ല ചിലപ്പോൾ 1 പ്രാവശ്യം തൊഴാൻ പോകുന്ന സമയത്ത് നല്ലൊരു കവിയെ കണ്ടു. അദ്ദേഹം നല്ലവണ്ണം പാട്ടൊക്കെ പാടും, കവിതയൊക്കെ എഴുതുന്ന ഒരാളാണ്, രഘുചേട്ടൻ എന്നാണ്. അപ്പൊ രഘുചേട്ടനോട് ഞാൻ പറഞ്ഞു, കുറച്ച് സമയം ഉണ്ടാവോ, നമുക്ക് കൂടെ ഇരിക്കാൻ പറ്റുമോ കുറച്ച് സമയം? ഇല്ല, ഞാനിപ്പോൾ അരമണിക്കൂർ പോകും. എന്നാൽ ക്ഷേത്രത്തിൽ പോകണ്ട വെച്ചാൽ അദ്ദേഹത്തിന്റെ കൂടെ റൂമിലിരുന്ന് കുറെ കവിതയും പാട്ടൊക്കെ കേട്ടിട്ട് ഞാൻ തിരിച്ചു പോയ ആളാണ്. കാരണം ഭഗവാനെക്കാളും പ്രാധാന്യം അദ്ദേഹം ഇതിനെക്കുറിച്ച് ചൊല്ലുന്ന, ഇപ്പം ഭാസ്കരൻ മാഷിന്റെ കഥയൊക്കെ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് കേട്ടിട്ടുള്ളതാണ്. ആ പാട്ടങ്ങോട്ട് പാടിയിട്ട് അതങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കേൾക്കുമ്പോഴൊരു സുഖമുണ്ടല്ലോ. നമ്മൾ ആ ബിംബം കാണുന്നതിനേക്കാളും ചിലപ്പം തിരക്ക് കാണുന്നതിനേക്കാളും തിരക്കില്ലാണ്ട് ഇത് കേൾക്കുക എനിക്കിഷ്ടം എന്ന് പറയാൻ വേണ്ടി. അപ്പൊ നമ്മുടെ ഇഷ്ടം, നമ്മുടെ തോന്നലുകൾക്കനുസരിച്ച് നമ്മൾ ഭഗവാനെ സങ്കല്പിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മുടെ ജീവിതം. അതാണ് ഭക്തി. സന്തോഷം. സാവ് വന്നു അവസാനം പരദേവതയിൽ എത്തി നിന്നു. അത് ദേവതയുടെ ദേവി